ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് കണ്ടത്? അതെ, മദർ സ്പാരോൻ്റെ ഫ്രണ്ട്സ് ഫോറസ്റ്റിൽ തീയായി പകർന്നു. അപ്പോൾ മദർ സ്പാരോ എന്ത് ചെയ്തിട്ടുണ്ടാവും? മദർ സ്പാരോ ഈസ് ഫോറസ്റ്റിലേക്ക് ഗോ കാട്ടിലേക്ക് പോയി. ഹലോ മൈ ഡിയേഴ്സ്, ദ ഫോറസ്റ്റ് ആൻഡ് എന്തൊക്കെയാണ് അതിൽ കണ്ടത് നിങ്ങൾ? തീപിടുത്തം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടായത്? മദർ സ്പാരോ ഫ്രണ്ട്സ് തകർന്നു പോയി. എങ്ങനെയാണ് തകർന്നു പോയത്? തീപിടുത്തത്തിൽ, കാട്ടിൽ അല്ലേ? അപ്പോൾ മദർ സ്പാരോ എന്ത് ചെയ്തിട്ടുണ്ട്? അതെ, അവരെ തെരഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ കൂട്ടുകാരി എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂട്ടുകാരി മദർ സ്പാരോനെ ഇഷ്ടമല്ലേ? കുഞ്ഞു മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ കുറേ കൂട്ടുകാർ തകർന്നു പോയി തീപിടുത്തത്തിൽ. അത് നിങ്ങൾ അറിഞ്ഞു അല്ലേ? ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിരുന്നു, കാട്ടിൽ തീപിടുത്തമായി മദർ സ്പാരോവിൻ്റെ കൂട്ടുകാർ നശിച്ചു പോയത്. ആരൊക്കെയാണ് കൂട്ടുകാർ എന്ന് മാഷ് പറയാം. പാമ്പ്, എലികൾ, ആനകൾ, അവരെല്ലാം മദർ സ്പാരോവിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. അപ്പോൾ മദർ സ്പാരോവിനെ അവർ തകർന്നു പോയത് വിഷമമായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ മദർ സ്പാരോ എന്താണ്? മദർ സ്പാരോ എന്താണ്? മൃഗമല്ല, ഒരു പക്ഷിയുടെ രൂപത്തിൽ. മദർ സ്പാരോ, ഹലോ മൈ ഡിയർ, നമ്മൾ കാട്ടിൽ പോവുകയാണെങ്കിലും നമ്മളിപ്പോൾ ആ കാട്ടിലുണ്ടെങ്കിൽ എന്തുണ്ടാകും? നമ്മൾ ചത്തു തകർന്നു പോയിട്ടുണ്ടാകും. നമ്മൾ ആലോചിച്ച് നോക്കി, ആ കാട്ടിൽ നമ്മളുണ്ടെങ്കിൽ എന്തുണ്ടാകും? ഉണ്ടെങ്കിൽ ചത്തുപോയിട്ടുണ്ടാകും. മാഷും കുഞ്ഞുങ്ങളും അതിലുണ്ടെങ്കിൽ ചത്തുപോയി. ഹലോ മൈ ഡിയേഴ്സ്, മദർ സ്പാരോ ഫോറസ്റ്റിലേക്ക് നടന്നു പോയി. അപ്പോൾ മദർ സ്പാരോ അവരെ അന്വേഷിച്ചു പോയിട്ടുണ്ടാകും. വാവല്ലേ? അപ്പോൾ മദർ സ്പാരോനെ നമ്മൾ രക്ഷിക്കണം. അതായിരുന്നു മദർ സ്പാരോൻ്റെ വഴിയുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ രക്ഷിക്കുക. അതെ, മദർ സ്പാരോ ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരെ രക്ഷിക്കണം. അതാണ് മദർ സ്പാരോൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ നമ്മൾ മദർ സ്പാരോനെ രക്ഷിക്കാൻ എന്ത് ചെയ്യും? അവിടുത്തെ സിംഹങ്ങളെല്ലാം അവരുടെ കൂട്ടുകാരാണ്. മദർ സ്പാരോയുടെ കൂട്ടുകാരെല്ലാം തകർന്നു പോയി. അപ്പോൾ മദർ സ്പാരോ നമ്മളുടെ കാട്ടിലുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റും. മദർ സ്പാരോ, സൗണ്ടുകൾ കേട്ടോ? മദർ സ്പാരോ ഒരു പക്ഷിയാണ്. കേട്ടോ കുറേ പക്ഷികളുടെ സൗണ്ട്. അതിൽ മദർ സ്പാരോ ഉണ്ടാകാണ്ടിരിക്കില്ല അല്ലേ? മദർ സ്പാരോ തേടി പോയി.
അവർ തകർന്നു പോയി. അവർ ചത്തുപോയ സ്ഥലത്ത് മദർ സ്പാരോ എത്തിച്ചേർന്നു. അപ്പം എന്തായിട്ടുണ്ടാകും? ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മളെയാണോ വിളിക്കുന്നത് നമ്മളെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടത്. അതിൻ്റെ വഴി എന്തായിരിക്കും? വഴി മദർ സ്പാരോൻ്റെ ചോദിച്ചു നോക്കണം. മദർ സ്പാരോ, എന്താണ് വഴി? മദർ സ്പാരോ മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ കേൾക്കുന്നുണ്ട്. പറയണതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ മൈ ഡിയേഴ്സ്, പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്താണ് പറയുന്നത്? മദർ സ്പാരോണ് നമ്മൾ ചോദിച്ചോ. എന്താണ് പറയുന്നത് മദർ സ്പാരോ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു മഞ്ഞക്കിളി. ഇത് മദർ സ്പാരോ വേണം. ഒന്ന് സൂക്ഷിച്ച് നോക്കി. മദർ സ്പാരോ ഉണ്ടോ? നിങ്ങൾ കണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ മദർ സ്പാരോനെ നമുക്ക് രക്ഷിക്കാൻ പോവാം. കേട്ടല്ലോ? അപ്പോൾ അങ്ങോട്ട് നേരെ നോക്കി. കാണുന്നുണ്ടോ? ഉണ്ടാവും. നിങ്ങൾക്ക് കണ്ണില്ലേ? എന്താണ്? കണ്ണില്ലെങ്കിൽ എന്താവും? കണ്ണുകൊണ്ട് നോക്ക്. അതാ അവിടെ കണ്ടോ ഒരു മഞ്ഞക്കിളിയാണ് മദർ സ്പാരോ. ഏത് കളറാണ് മാഷിന് അറിയില്ല. മൈ ഡിയേഴ്സ് പറയൂ. അതെ, മഞ്ഞ തന്നെയാണ്. അപ്പോൾ ഹലോ മൈ ഡിയേഴ്സ്, സിംഹവും അവരുടെ കൂട്ടുകാരെല്ലാം തകർന്നുപോയി. ആ സ്ഥലത്താണോ ഇത്? അവിടെ വന്നിരിക്കുന്നത് കണ്ടോ? പാവം, കൂട്ടുകാരെ തേടി വന്നിട്ടുള്ളതാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.